നിയ്യത്തിന്റെ വിഷയത്തിൽ രണ്ട് തെറ്റുകളാണ് സമൂഹത്തിലുള്ളത്. അതിലൊന്ന്, ചിലർ ഇതിൽ അതിര് കവിഞ്ഞിട്ട് എന്താണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ ഉറക്കെ പറയും. ഞാൻ അള്ളാഹുവിന് വേണ്ടി ളുഹർ നമസ്കാരം 4 റക്അത്ത് അതാ ആയിക്കൊണ്ട് ഖളാ ആയിക്കൊണ്ടല്ല, മറിച്ചത് ഖളാ അല്ല, കറക്റ്റ് സമയത്ത് തന്നെയാണ് എന്ന് എല്ലാ കാര്യങ്ങളും നാവ് കൊണ്ട് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അത് വുളു ആണെങ്കിലും നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും ഒക്കെ നാവ് കൊണ്ട് ചൊല്ലി പറയുക. ഇത് തെറ്റാണ്. മറിച്ച് മഹല്ലു നിയ്യത്തി അൽ ഖൽബ്, നിയ്യത്തിന്റെ സ്ഥാനമെന്ന് പറയുന്നത് ഹൃദയമാണ്. മനസ്സിലാണ് കരുതേണ്ടത്. അത് നാവിൽ പറയേണ്ടതില്ല. അത് പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല. അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വർഷം നമസ്കരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ ചൊല്ലി പറഞ്ഞതായി ഒറ്റ ഹദീസിലും വന്നിട്ടില്ല. 100 കണക്കിന് വഖ്ത് പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1000 വഖ്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. സുന്നത്തായ നമസ്കാരങ്ങൾ വേറെയും. ഇതിലെവിടെയും ഞാൻ ഇന്ന നമസ്കാരം ഇത്ര റക്അത്ത് നമസ്കരിക്കുകയാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞതായി ഒരു രേഖയുമില്ല. അതുകൊണ്ട് തന്നെ നിയ്യത്ത് ചൊല്ലിപ്പറയൽ ബിദ്അത്തുൻ. എന്താണ്? ബിദ്അത്താണ്, പുത്തൻ ആചാരമാണ്. നബിക്കോ സഹാബത്തിനോ പരിചയമില്ല. നിയ്യത്ത് ചൊല്ലിപ്പറയൽ ബിദ്അത്താണ്. അതേ സമയത്ത് വേറെ ഒരു ടീം അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നിയ്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. ആ കർമ്മം അങ്ങോട്ട് ചെയ്യുന്നു, ബാഹ്യമായ കർമ്മമുണ്ട് എന്നല്ലാതെ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കുന്നില്ല. മനസ്സിൽ അത് കരുതി ഉറപ്പിക്കണം. നമ്മൾ ളുഹറാണ് നമസ്കരിക്കുന്നതെങ്കിൽ മനസ്സിൽ കൃത്യമായി വേണം ഇത് ളുഹറാണെന്ന്, എന്നാലേ നമുക്ക് 4 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുള്ളൂ. മഗ്രിബാണ് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിലേ 3 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുള്ളൂ. ഫജ്റാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിലേ 2 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമസ്കാരങ്ങൾ ഏതാണ്? ഇങ്ങനെ ആദത്തിൽ നിന്ന്, പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഇബാദത്തിനെ വേർതിരിക്കലാണ് ഒരു രൂപത്തിലുള്ള നിയ്യത്ത്. നിയ്യത്തിന്റെ ഒരു രൂപം എന്താണ്? ഞാൻ ഇന്ന ഇബാദത്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി കരുതി കാര്യങ്ങൾ ചെയ്യലാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഫുട്ബോൾ കളിച്ചു വന്നു, അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്തു വന്നു. അയാളുടെ കൈകൾ കഴുകി, വായ കഴുകി, മുഖം കഴുകി, 2 കൈകളും കഴുകി, തലയിലുള്ള പൊടിയൊക്കെ തട്ടി, കാലും കഴുകി വീട്ടിലേക്ക് കയറി. വുളുവിന്റെ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വുളുവാണോ? അത് വുളു അല്ല. കാരണം എല്ലാ അവയവങ്ങളും കഴുകിയിട്ടുണ്ട് വുളുവിന്റെ. പക്ഷെ മനസ്സിലെ നിയ്യത്ത് ഇത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള വുളുവാണ്, അല്ലെങ്കിൽ ഇന്ന നമസ്കാരം നിർവഹിക്കണമെങ്കിൽ എനിക്ക് വുളു വേണം, അതിന്റെ ഷർത്ത് എന്ന അർത്ഥത്തിലാണ് ചെയ്യുന്നത് എന്ന നിയ്യത്തില്ലെങ്കിൽ അതെന്തല്ല? അത് വുളു അല്ല.